ബ്ലഡ് കാണുക, കറുത്ത നിറത്തിൽ മലം പോവുക. കറുത്ത നിറത്തിൽ മലം ഭക്ഷണം കൊണ്ടും വരാം, മരുന്ന് കൊണ്ടും വരാം. പക്ഷെ എന്നിരുന്നാലും ഇതും തിരിച്ചറിയണം, ഇതൊരു കാരണമാണ്. മറ്റു ലക്ഷണങ്ങളുടെ കൂടെ ഇതും കൂടെ കണ്ടു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഗുരുതരമായി എന്ന് മനസ്സിലാക്കണം. ഓക്കെ, അതുപോലെ ഇതിന്റെ കൂടെ ആസിഡ് റിഫ്ലക്സ്, ഇങ്ങനെ റിഗർജിറ്റേഷൻ, നമുക്ക് ആ ഒരു നമ്മുടെ അന്നനാളത്തിലേക്ക് അവിടെയുള്ള ഒരു വാൽവ് ഉണ്ട്, ആമാശയത്തിന്റെ ആ വാൽവ്, അത് വീക്കാവുന്നു. നമ്മൾ അമിതമായിട്ടുള്ള ഭോജനം അതും ഒരു കാരണമാണ്, ഞാൻ പറയാൻ വിട്ടുപോയി. അപ്പൊ അതുകൊണ്ട് ആ വാൽവ് വീക്കാവുമ്പോൾ തിരിച്ച് ഭക്ഷണം അന്നനാളത്തിലേക്ക് വരിക. അപ്പൊ ആമാശയത്തിലൊക്കെ ആ ആസിഡിനെ ചെറുക്കുന്നതിന് വേണ്ട ആസിഡ്സ് പോലും വരുന്നുണ്ട് ഈ ദഹനരസങ്ങളിൽ. ഭക്ഷണത്തെ ദഹിപ്പിക്കാൻ നമ്മൾ കഴിക്കുന്ന കല്ലും മുല്ലും എല്ലും ഒക്കെ ദഹിച്ചു പോകണ്ടേ, അപ്പൊ അതിനുള്ള ആസിഡ്സും ഉണ്ട്. ഓക്കെ, അപ്പൊ അതിങ്ങനെ റീഗർജിറ്റേഷൻ, ഇങ്ങനെ ഈ വാൽവ് വീക്കാകുമ്പോൾ മുകളിലേക്ക് അന്നനാളത്തിലേക്ക് തകട്ടി വരുമ്പോൾ അവിടെ ഈ ആസിഡിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കോട്ടിംഗ് ഇല്ല എന്ന് വേണം അനുമാനിക്കാൻ. അപ്പൊ അതുകൊണ്ട് അവിടെ ഈ ബേണിംഗ് സെൻസേഷൻ തോന്നുന്നു, പൊള്ളൽ അനുഭവപ്പെടുന്നു, തൊണ്ടയിലൊക്കെ തടസ്സം വരിക തോന്നുക എന്ന് പറയാറുണ്ട്. പലപ്പോഴും നിങ്ങൾ രോഗികൾ പറയാറുള്ള സംഗതി ഞാൻ പറഞ്ഞത്. അപ്പൊ ഇതൊക്കെ നമുക്ക് ആസിഡിറ്റിയുടെ ലക്ഷണങ്ങളാണ്. ഇതിന്റെ കാരണങ്ങൾ ഇതാണ്. ഇനി നമ്മൾ ഒരു